Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പ്രശസ്ത കവിയും പ്രഭാഷകനും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ AC ശ്രീഹരിയുടെ ഭൗതികദേഹം ഒരു നോക്കു കാണാനെത്തിയത് ആയിരങ്ങൾ. ചെറുപ്പാറ വായനശാലയിൽ പൊതുദർശനത്തിൽ വെച്ച ഭൗതികദേഹത്തിൽ നിരവധി പേർ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. 11:30 വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. കവിയും പ്രഭാഷകനും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ AC ശ്രീഹരിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ചെറുപ്പാറ വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹം ഒരു നോക്ക് കാണാനെത്തിയത് ആയിരങ്ങൾ. 8:30 ഭൗതികദേഹം എത്തുമെന്നറിഞ്ഞ് രാവിലെ തന്നെ വായനശാല പരിസരത്ത് വലിയ ജനാവലി എത്തിയിരുന്നു. 9 മണിയോടെ ആംബുലൻസ് എത്തി. ഭൗതികദേഹം കണ്ട പലർക്കും കണ്ണീരടക്കാനായില്ല. അക്കൂട്ടത്തിൽ പ്രിയ ശിഷ്യരുമുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, സഹപാഠികളുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. പരിചിത പലയത്തിൽപ്പെടാത്ത അനേകം ആൾക്കാരും വായനശാല പന്തലിലേക്ക് ഒഴുകിയെത്തി. അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP, നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സരിൻ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, പഞ്ചായത്ത് പ്രസിഡന്റ് P. അനസൂയ, മാധവൻ പുറച്ചേരി തുടങ്ങി പ്രശസ്തരും അല്ലാത്തവരുമായ നിരവധി പേർ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. 11:30 വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ടൗണിനടുത്ത് വടക്കേക്കോവലിൽ മണൽ നിറച്ചെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന്റെ മതിൽ തകർത്ത് ഇടിച്ചു കയറി മറിഞ്ഞു. പയ്യന്നൂർ ടൗണിലെ കൂൾബാർ ഉടമ CK സേതു ഹാജിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ പിറകിലടിച്ച ടിപ്പർ ലോറി ഗേറ്റും 2 ഭാഗത്തെ മതിലുകളും തകർക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 11:30 അപകടം. മണ്ണ് നിറച്ച് തൃക്കരിപ്പൂർ ടൗൺ ഭാഗത്ത് നിന്ന് വടക്കേക്കോവൽ വഴി നടക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ടിപ്പർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. അപകട സമയത്ത് പാതയോരത്തും വീടിന്റെ പരിസരത്തും ആളുകളില്ലാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ടിപ്പർ ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടി ഓവുചാലിന് മുകളിലൂടെ നിയന്ത്രണം വിട്ട് വീട്ടുമതിലും ഗേറ്റും തകർത്ത് മറിയുകയായിരുന്നു. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചന്തേര പോലീസ് സംഭവ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിലൂടെയുള്ള ടിപ്പർ ലോറികളുടെ അമിതവേഗത വലിയ അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഴക്കാലം തുടങ്ങിയിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടില്ല. ചീമേനി കാങ്കോൽ റോഡിൽ IT പാർക്കിനടുത്ത് മാലിന്യപ്രളയം. വൃത്തിയുള്ള ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് നമുക്കൊരു സുഖമായിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടില്ല. ചീമേനി കാങ്കോൽ റോഡിൽ IT പാർക്കിനടുത്ത് മാലിന്യപ്രളയം. വൃത്തിയുള്ള ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് നമുക്കൊരു സുഖമായിരിക്കുകയാണ്. ചീമേനി ടൗണിൽ നിന്നു തുടങ്ങുന്നു മാലിന്യങ്ങളുടെ പ്രവാഹം. റോഡരികിൽ ഇല്ലാത്തതായി ഒന്നുമില്ല.
ഡിസ്പോസിബിൾ ഗ്ലാസ്, മദ്യക്കുപ്പികൾ, ചാക്കുകെട്ടുകൾ, കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതായി കാണാം. പലപ്പോഴും ഇതോടയിലെത്തി അവിടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി അടഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്ത് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് പലർക്കും ഒരു ശീലമായി കഴിഞ്ഞു. ആര് നന്നാക്കും ഇവരെ എന്നാണ് ഇത് കാണുന്നവർ ചിന്തിക്കുക. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ നശീകരണ പ്രവണത കൂടിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പഴയങ്ങാടി വാടിക്കൽ കടവ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിക്കുമെന്ന് M. വിജിൻ MLA. റോഡ് നവീകരിക്കാൻ നേരത്തെ തന്നെ സർക്കാർ 2,20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെന്നും വിജിൻ MLA പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. മാടായി, മാട്ടൂൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പഴയങ്ങാടി വാടിക്കൽ കടവ് റോഡ്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡ് തകർന്നിട്ട് കാലങ്ങളേറെയായി. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ ദുരിതപൂർണമായ അവസ്ഥയാണ്. ചെറുവാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് M. വിജിൻ MLA നേരത്തെ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. 2,20 ലക്ഷം രൂപ ചെലവിൽ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിക്കാൻ പദ്ധതിയുണ്ട് എന്ന് M. വിജിൻ MLA പറഞ്ഞു. വാടിക്കൽ കടവ് റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ബജറ്റിൽ 2,20 ലക്ഷം രൂപ വാടിക്കൽ കടവിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പൂർണ്ണമായും BMDC റോഡാക്കി, മെക്കാഡം റോഡാക്കി ആ റോഡിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് അനുവദിച്ചത്. ആ MLA എന്ന രീതിയിൽ തന്നെയാണ് 2,20 ലക്ഷം അനുവദിച്ചത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ഞാൻ നേരത്തെ തന്നെ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചതാണ്. ബജറ്റ് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അവിടെ പെരുമാറ്റച്ചട്ടം വന്നു. ഇപ്പോൾ നടപടികൾ നടക്കുകയാണ്. മഴക്കാലമായതുകൊണ്ട് റോഡ് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. മഴ പൂർത്തീകരിച്ച ഉടനെ നമ്മുടെ വാടിക്കൽ കടവ് റോഡ് പൂർണ്ണമായും BMDC റോഡാക്കി മാറ്റുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. 2,20 ലക്ഷം രൂപ അതിന് അനുവദിച്ചു. റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. അടിയന്തരമായി അറ്റകുറ്റപ്രവൃത്തി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം വിൽക്കാൻ സ്വന്തമായി പാട്ടെഴുതി ഈണം നൽകി പാടി പരസ്യം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് പയ്യന്നൂരിൽ. ഭക്തിഗാനങ്ങൾ എഴുതിയും നാടൻ പാട്ട് എഴുതിയും പാടുന്ന ഒരു അതുല്യ പ്രതിഭ കൂടിയാണ് കാനായി സ്വദേശിയായ ദീപക് കാനായി. ആക്റ്റീവ സ്കൂട്ടർ ഓടിച്ചു ഞാനേ, ഇൻവെർട്ടർ വിറ്റു നടന്നു ഞാനേ, കാനായി കാനത്തിനോരത്താളേ, ദീപക് കാനായി എന്ന് പേര്. ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ ദിവസവും കാണാറുണ്ട് അല്ലേ? എന്നാൽ സ്വന്തമായി പാട്ടുകൾ എഴുതി അതിന് ഈണം നൽകി അത് പാടിക്കൊണ്ട് പരസ്യം ചെയ്യുന്നവർ വളരെ വിരളമായിരിക്കും. അതുപോലെ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ പയ്യന്നൂരിൽ തന്നെ ദീപക് കാനായി എന്നാണ് പേര്. അദ്ദേഹം സ്വന്തമായി നിർമ്മിക്കുന്ന ഇൻവെർട്ടർ വിൽക്കുന്നത് അദ്ദേഹം സ്വന്തമായി പാടുന്ന പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യത്തിലൂടെയാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി, ദീപക് കാനായി എന്നാണ് പേര്. ചേട്ടാ, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഞാനൊരു നാടൻപാട്ട് കലാകാരനാണ്. നാടൻപാട്ട് എഴുതുന്ന ഒരാളാണ്. നാടൻപാട്ടുകൾ അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ എഴുതി സംഗീതം നൽകി ഞാൻ തന്നെ പാടുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ ബിസിനസ്സിലെ പാട്ട്, അതായത് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പാട്ട് നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഇൻവെർട്ടറാണ് പൂർണ്ണമായും. അപ്പോൾ അത് വലിയ മുതൽ മുടക്കിൽ നമുക്ക് പരസ്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ പ്രാദേശിക സ്ഥലനാമങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളും, ഇപ്പോൾ പവർ കട്ട് വരുമ്പോൾ ആ ഒരു കാര്യം വെച്ചുകൊണ്ടും പ്രാദേശിക സ്ഥലനാമങ്ങൾ, ഇപ്പം മന്നൂർ, കണ്ടക്കോരമുക്ക്, മുങ്ങമ്പാലം, കാനായിക്കാനം, ജനമനസ്സുകളിൽ എന്നുള്ള നമ്മൾ പ്രാദേശികമായി നിർമ്മിക്കുന്ന ഇൻവെർട്ടറാണല്ലോ. അപ്പോൾ കൂടുതൽ ഈ ഭാഗങ്ങളിലാണ് നമുക്ക് സെയിൽ കിട്ടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ പേര്, നാടിൻ്റെ പേര്, അങ്ങനെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ? തീർച്ചയായും അങ്ങനെയുള്ള പാട്ടുകൾ. ഞാൻ എൻ്റെ നാട് ഞാൻ പറഞ്ഞല്ലോ കാനായിയാണ്, കാനായിക്കാനത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ കാനായിക്കാനത്തിൻ്റെ പാട്ട് ഞാൻ മുന്നേ എഴുതി പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ആ പാട്ട്. അങ്ങകലെ ഒരു കുന്നിൻ ചരുവുന്ന് വെള്ളമൊഴുകി ഒഴുകി വന്നേ, ചെക്കിത്തോട്ടര ചാലും നിറച്ചത് തത്തിക്കളിച്ചു ചിരിച്ചു വന്നേ, കല്ലിലടിച്ചു പതഞ്ഞു പൊങ്ങി വെള്ളം ആവി പറത്തി ഒഴുകി വന്നേ, വെള്ളിക്കൊലുസു കിലുങ്ങുന്നൊരൊച്ചയിൽ കാനായി കാനത്തിൽ വന്നു വീണേ.
അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നാടൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലെനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, ഞാൻ വേദികളിൽ പാടാറുള്ള ഒരു പാട്ടുണ്ട്, അതൊന്ന് പാടിത്തരാം. ആലപ്പുഴക്കാരി നല്ല കുപ്പിവളക്കാരി, കായൽ കണ്ണാടി അതിൽ നിന്നെ ഞാൻ കണ്ടേടി, കായലോരക്കാരി നല്ല കായവറുത്തോടി, കായലിൽ പോകുമ്പം നമുക്ക് തിന്നാടി. ആലപ്പുഴക്കാരി നല്ല കുപ്പിവളക്കാരി, കായൽ കണ്ണാടി അതിൽ നിന്നെ ഞാൻ കണ്ടേടി. തൻ്റെ പാഷനും ഉപജീവന മാർഗവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് തന്നെ വേണം പറയാനുള്ള ഈ ഒരു ഇത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇദ്ദേഹം ഭക്തിഗാനം കൂടി എഴുതുമല്ലേ? ഒരുപാട് ഭക്തിഗാനങ്ങൾ. ഞാൻ നിലവിൽ മഴവിൽ ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന നാടൻപാട്ട് സംഘത്തിൻ്റെ ഒരു പാട്ടുകാരനാണ്, അതിലെ കോർഡിനേറ്ററാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ സനേഷ് വേരിക്കരയാണ് അത് നയിക്കുന്നത്. പിന്നെ നമ്മുടെ കടന്നപ്പള്ളിയുള്ള മനോജേട്ടനാണ് എൻ്റെ മാനേജർ. അപ്പോൾ അവരൊക്കെ എന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ പേര് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഒന്നുമല്ല, തന്നെ വേദികൾ തന്ന ആളാണ് സനേഷ് മാഷ്. എന്തായാലും ഒരു നല്ലൊരു വിജയം തന്നെ ഈ ഒരു പാട്ടുകളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെയൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അല്ലേ? പ്രധാനമായും സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ താങ്കൾ സ്വന്തമായി എഴുതിയ പാട്ടുകൾ, താങ്കൾ തന്നെ ഈണം നൽകിയ പാട്ടുകളൊക്കെ വരുമ്പം നാട്ടുകാരും അതുപോലുള്ള ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാ? നാട്ടുകാരാണെന്ന് തന്നെ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവന്നത് കാനായിക്കാനം ഫ്രണ്ട്സ് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടികളിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ നാടൻപാട്ട് രംഗത്തേക്ക് കടന്നത്. നാട്ടുകാരെ നല്ല പ്രോത്സാഹനം, അതുപോലെ കാനായി, അയ്യപ്പ വചനോടം എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണെന്ന് എൻ്റെ കണ്ണു നിറഞ്ഞു. ചേട്ടൻ അത്രയും ഇമോഷണൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാഷനും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ദൈവികമായ ഒരു കഴിവ് തന്നെയാണ് ഈ ഒരു പാട്ട് പാടാനുള്ള കഴിവ്, അതും സ്വന്തമായി എഴുതാനുള്ള കഴിവ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ദൈവികമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. അദ്ദേഹം അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതും അത്രയും അഭിനന്ദനാർഹം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അതുല്യ പ്രതിഭകൾ ഉണ്ട് എന്നതും അത്രയും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തെക്കേവയൽ ട്രാക്ടർ വേയുടെ ഉദ്ഘാടനവും തെക്കേവയൽ പാടശേഖര നെൽകർഷക സമിതി വാർഷിക പൊതുയോഗവും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച തെക്കേവയൽ ട്രാക്ടർ വേയുടെ ഉദ്ഘാടനവും തെക്കേവയൽ പാടശേഖര നെൽകർഷക സമിതി വാർഷിക പൊതുയോഗവും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യത്തിന് അത്രത്തോളം ആവുന്നില്ലെങ്കിലും പരമാവധി സഹായങ്ങൾ എത്തിക്കാൻ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ തെക്കേവയൽ പാടശേഖര സമിതിക്ക് ഒരു ട്രാക്ടർ പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏതാണ്ട് 40 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് ചെലവഴിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ പല പദ്ധതികളും അത് ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ടാണ് സംയുക്ത പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷനായി. പാടശേഖര സമിതി സെക്രട്ടറി PV ദിനേശൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയശ്രീ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MV ദീപു, ഗീത K, കുഞ്ഞിമംഗലം കൃഷിഭവൻ കൃഷി ഓഫീസർ അമിത സിസിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ P നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായിക്കാവ് റോഡിന്റെ അനുബന്ധ പ്രവൃത്തി വൈകിയത് റോഡിന് തകർച്ച ഭീഷണിയാകുന്നു. റോഡിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്തത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്.
കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയതോടെ മാടായി തിരുവർക്കാട്ടുകാവിലും വൻ ഭക്തജന പ്രവാഹമാണ് എത്തിച്ചേരുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അതിരാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണ പ്രവൃത്തി മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. പൂരോത്സവത്തിന്റെ ഭാഗമായി റോഡിലെ ടാറിംഗ് പ്രവൃത്തി നടത്തിയെങ്കിലും അനുബന്ധ പ്രവൃത്തി നടത്തിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും താഴ്ന്ന അവസ്ഥയാണ്. 2 ദിവസം മുൻപാണ് ടാറിംഗ് ചെയ്ത റോഡിനരികിൽ ചരൽ മണ്ണിട്ടത്. മഴ ശക്തമായതോടെ ഇത് ഇളകാൻ തുടങ്ങി. വാഹനങ്ങൾ ചെളിയിൽ കുടുങ്ങുന്ന അവസ്ഥയിലാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ ഇരുവശവും ചെളിക്കുളമായ അവസ്ഥയിലാണ്. 450 മീറ്റർ നീളമുള്ള റോഡ് നവീകരണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തികൾക്കുമായി 1.42 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാക്കേജിൽ മാടായിക്കാവുമുണ്ട്. ഈ സാഹചര്യത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ വൈകിയത് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡിന്റെ നവീകരണം തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെ തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കർണാടക വണ്ടികളാണ് വരുന്നത്. അവർക്ക് റൂട്ടോ കാര്യമൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡാണ്. ആ റോഡ് 2 സൈഡും വീതിയും കൂട്ടിയിട്ടില്ല. മണ്ണിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് മണ്ണിട്ടതാണ്. അപ്പോൾ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇത് നിയന്ത്രിക്കാൻ ആരുമില്ല. നിയന്ത്രിക്കാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് വണ്ടിക്കാർ കണ്ടമാനം അവിടെ ഇവിടെയും വെച്ച് ബ്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു. മാടായിക്കാവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏറെ പിന്നിലാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഇവിടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ ആവശ്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും ഏറെ പിന്നിലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും അത് അടഞ്ഞു കിടക്കുകയാണ്. ആവശ്യത്തിന് പോലീസുകാരെ നിയമിച്ചാൽ അത് ഭക്തജനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. ഉത്തര മലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മാടായി തിരുവർക്കാട്ടുകാവിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും റോഡ് പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ പ്രാബല്യത്തിൽ. കണ്ണൂർ ജില്ലയിൽ 157 ട്രോളറുകളാണ് നിലവിലുള്ളത്. ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ പ്രാബല്യത്തിൽ വന്നു. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് കേന്ദ്രത്തിലെ മണൽത്തിട്ട പ്രശ്നം നേരിലറിയാൻ ജൂൺ 6 ഡെപ്യൂട്ടി കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 157 ട്രോളറുകളാണ് നിലവിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല. എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട യാനങ്ങൾക്ക് ട്രോളിംഗ് ഒഴികെയുള്ള മത്സ്യബന്ധന രീതികൾ അനുവർത്തിക്കാം. ട്രോളിംഗ് കണക്കിലെടുത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി തീരം വിട്ടുപോകണം. അല്ലാത്തപക്ഷം യാന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. 9 വൈകുന്നേരത്തോടെ എല്ലാ ട്രോളിംഗ് ബോട്ടുകളും കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും ഉറപ്പാക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന സമയത്ത് സംസ്ഥാനത്തിന്റെ ടെറിട്ടോറിയൽ ഏരിയയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ തലായി, അഴീക്കൽ തുറമുഖങ്ങളിൽ 2 ബോട്ടുകൾ വാടകയ്ക്ക് എടുക്കാനുള്ള നടപടി തുടങ്ങി. കടൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നിലവിലെ ലൈഫ് ഗാർഡുമാർക്ക് പുറമെ 4 പേരെ പുതുതായി തിരഞ്ഞെടുക്കും. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി പരിശീലനം ലഭിച്ച 9C റെസ്ക്യൂ ഗാർഡുമാരെ മാട്ടൂൽ, പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, പാലക്കോട് ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, തലായി, അഴീക്കൽ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫുട്ബോൾ ആവേശത്തിലേക്ക് നാടുണരുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്ക് വിജയാശംസകൾ അർപ്പിച്ച് ആരാധകർ പോർമുഖത്തെത്തിക്കഴിഞ്ഞു. ഫുട്ബോൾ ആവേശത്തിലേക്ക് നാടുണരുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്ക് വിജയാശംസകൾ അർപ്പിച്ച് ബോർഡുകൾ സ്ഥാപിച്ച് ആരാധകർ പോർമുഖത്തെത്തിക്കഴിഞ്ഞു. ഫുട്ബോളിനെ നെഞ്ചേറ്റിയ കായിക പ്രേമികൾ പോരാട്ടം കാണുവാനുള്ള ആവേശത്തിലാണ്. ബ്രസീലിനും അർജന്റീനയ്ക്കുമാണ് കൂടുതൽ ആരാധകരുള്ളത്. തങ്ങളുടെ ടീമിന്റെ കരുത്ത് വിളിച്ചോതുന്ന വാക്കുകൾ എഴുതിയ കൂറ്റൻ ബോർഡുകളാണ് ഗ്രാമങ്ങളിലെല്ലാം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. തീച്ചൂളയിൽ ജനിച്ച ഞങ്ങൾ എന്തിന് തീപ്പട്ടിക്കൊള്ളികളെ ഭയപ്പെടണം തുടങ്ങി നിരവധി ചങ്കിൽ കൊള്ളുന്ന വാചകങ്ങളാണ് ഓരോ ടീമും ഉയർത്തിയിരിക്കുന്നത്. കാൽപന്തു കളിയിലെ രാജാക്കന്മാരായ ലോകകപ്പിലെ എല്ലാ ടീമുകൾക്കും ആരാധകരുണ്ട്. കളിയുടെ മാമാങ്കം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുവാനും കായിക പ്രേമികൾ ശ്രമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡ് അണ്ടർപാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് എം വിജിൻ MLA. ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും നാടിന്റെ വികസനത്തിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും എം വിജിൻ MLA പറഞ്ഞു. പഴയങ്ങാടി അടിപ്പാത യാഥാർത്ഥ്യമാവുക എന്നത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ്. ഇതിനായുള്ള ശ്രമം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നടത്തിയിരുന്നു. നടപടി പൂർത്തിയാക്കി പ്രവൃത്തിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. സമീപത്തെ കെട്ടിടം പൊളിക്കാനുള്ള നടപടി സ്വീകരിച്ചു. CS വർഗീസ് എന്ന കരാറുകാരനാണ് റെയിൽവേയുടെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇരിക്കൂർ കൺസ്ട്രക്ഷനാണ് അനുബന്ധ റോഡിന്റെ പ്രവൃത്തി നടത്തുക. 1 വർഷത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കും. എന്നാൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങൾ അനാവശ്യമാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാവിധ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നും എം വിജിൻ MLA പറഞ്ഞു. റെയിൽവേയുടെ ഡെപ്പോസിറ്റ് നൽകിയ ആ ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം മാർച്ച് മാസം 6-ാം തീയതി നടന്നതാണ്. ആ പ്രവൃത്തി ഉദ്ഘാടന ദിവസം തന്നെ വളരെ വ്യക്തമായി ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു 12 മാസമാണ്. ആ 12 മാസം കൊണ്ട് ഇത് പൂർത്തിയാവും. ആ 12 മാസം ആവണമെങ്കിൽ 2027 മാർച്ച് മാസം വരണം. അതിനു മുന്നേ തന്നെ അണ്ടർപാസ് പൂർത്തിയാവും. അതിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചു. CX വർഗീസ് എന്ന് പറയുന്ന കരാറുകാരനാണ് റെയിൽവേയുടെ പോർഷൻ എടുത്തത്. ഇരിക്കൂർ കൺസ്ട്രക്ഷനാണ് അനുബന്ധ റോഡും ഡ്രൈനേജും അതിൻ്റെ ടെൻഡർ എടുത്തത്. അവിടെ ഇപ്പോൾ ഓയിൽ മില്ല് ഷിഫ്റ്റ് ചെയ്ത് അത് പൊളിക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ 4 ദിവസം മുന്നേ കരാർ കമ്പനി അവിടെ വന്നിരുന്നു. അവിടെ പരിശോധിച്ച് ശക്തമായ മഴ കഴിഞ്ഞയുടൻ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. തീർച്ചയായും ഞാൻ മാർച്ച് മാസം പറഞ്ഞ 12 മാസം, ആ 12 മാസം കൊണ്ട് റെയിൽവേ അടിപ്പാത പൂർത്തീകരിക്കും. അതുവരെ എല്ലാവരും ഒന്ന് സ്നേഹപൂർവ്വം ക്ഷമിച്ചിരിക്കണം. കാരണം ഇത്രയും കാലം കാത്തിരുന്നല്ലോ. പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടുകൂടി വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി മാതമംഗലം കൂട്ടായ്മയുടെ മഴക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം. കൂട്ടായ്മ പ്രവർത്തകർ ചേർന്ന് പച്ചക്കറി വിത്തുകൾ നട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി മാതമംഗലം കൂട്ടായ്മയുടെ മഴക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കൂട്ടായ്മ പ്രവർത്തകർ ചേർന്നൊരുക്കിയ സ്ഥലത്താണ് 5 സെന്റോളം സ്ഥലത്ത് നാടൻ വഴുതിനത്തൈ നട്ടുകൊണ്ട് തുടക്കം കുറിച്ചത്. വഴുതനയ്ക്ക് പുറമെ കോവയ്ക്ക, പച്ചമുളക്, നേന്ത്രവാഴ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിലൂടെ ലഭിക്കുന്ന തുക ചികിത്സാ സഹായങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത പറഞ്ഞു. നമ്മൾ പറഞ്ഞു മാതമംഗലത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന കൂട്ടായ്മയാണ് മാതമംഗലം കൂട്ടായ്മ. ഈ വർഷം ആദ്യം തന്നെ വഴുതന തൈ, കവടിശ്ശേരി വഴുതന തൈയാണ് നമുക്ക് അതിൻ്റെ തൈയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ നടിയൽ ഉത്സവമാണ് നമ്മുടെ കൂട്ടായ്മയുടെ മെമ്പർമാർ ചെയ്തിട്ടുള്ളത്. കൂട്ടായ്മ പ്രവർത്തകരായ KV മനീഷ്, ജയരാജ് മാതമംഗലം, ബൈജേഷ് പാണപ്പുഴ, രാമചന്ദ്രൻ പാണപ്പുഴ തുടങ്ങിയവർ നടിയൽ ഉത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സാമ്പത്തിക ഞെരുക്കം ആരോപിച്ച് എല്ലാ സബ്സിഡികളും നിർത്തലാക്കാനുള്ള കേരളത്തിലെ UDF സർക്കാർ നീക്കം ഒഴിവാക്കി കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ലഭിക്കുന്ന സബ്സിഡി വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള കർഷക സംഘം ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തുരുത്തി നീലമംഗലം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡികൾ ഇല്ലാതാക്കുന്ന UDF നയം തിരുത്തണമെന്ന പ്രമേയം കർഷക സംഘം സമ്മേളനത്തിൽ ഉന്നയിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MP ബാലകൃഷ്ണൻ, KP വിജയകുമാർ, ഏരിയ സെക്രട്ടറി KV ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂരിൽ ആപദാമിത്ര സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സുകൾ നടന്നു. മൺസൂൺ കാല ദുരന്തങ്ങളെ നേരിടാൻ കണ്ണൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 2 സുപ്രധാന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ ആപദാമിത്ര സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സുകൾ നടന്നു. മൺസൂൺ കാല ദുരന്തങ്ങളെ നേരിടാൻ കണ്ണൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 2 സുപ്രധാന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ആപദാമിത്ര വോളണ്ടിയർമാർക്കായുള്ള ഏകദിന റിഫ്രഷ്മെന്റ് കോഴ്സും 7 ദിവസത്തെ സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സുമാണ് സംഘടിപ്പിച്ചത്. ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു
റെസ്ക്യൂ രക്ഷാപ്രവർത്തനം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പൊതു പബ്ലിക് സ്ഥലത്ത് ഒരാൾ ബോധപ്പെട്ട് വീഴുകയോ വഴിഞ്ഞു വീഴുന്ന അല്ല അറ്റാക്ക് വരുന്നു അല്ലാതെ എന്തെങ്കിലും വെള്ളത്തിൽ നിന്ന് ഒരാളിനെ എടുക്കുന്നു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നു എന്തെങ്കിലും കേസിൽ നമ്മുടെ ഒരാൾ സിവിൽ ഡിഫൻസിൻ്റെ ആപദാമിത്ര ആളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും പ്രതികരിക്കുന്നുള്ളതാണ് സാധാരണ ഒരു പൊതുജനം ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപദാമിത്ര സിവിൽ ഡിഫൻസ് പദ്ധതികളിലൂടെ ഫയർഫോഴ്സ് സാധാരണക്കാരെ പരിശീലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മൺസൂൺ കാലത്ത് വിനോദയാത്രകൾ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അരുൺ ഭാസ്കർ മുന്നറിയിപ്പ് നൽകി. പുഴകൾ, തോടുകൾ, ഡാമുകൾ, കടൽ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ വേണം. അറിയാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അപകട മേഖല എന്ന ബോർഡ് കണ്ടാൽ അവിടെ ഇറങ്ങരുത്. അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കരുത്. അപകടമുണ്ടായാൽ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ 101 വിളിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി ആപദാമിത്ര വോളണ്ടിയർമാരും സിവിൽ ഡിഫൻസ് വാരിയേഴ്സും പരിശീലനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നേതൃസംഗമം സംഘടിപ്പിച്ചു. ബാങ്ക് മുൻ സെക്രട്ടറി ടി തമ്പാൻ ക്ലാസ് എടുത്തു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നേതൃസംഗമം സംഘടിപ്പിച്ചു. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് മുൻ സെക്രട്ടറി ടി തമ്പാൻ ക്ലാസ് എടുത്തു. കുടുംബശ്രീ എന്ന സംവിധാനത്തിൽ അതിൻ്റെ ഒരു നിയമാവലി നിങ്ങൾ സംഘടിപ്പിച്ച് ഈ കുടുംബശ്രീ യോഗത്തിൽ വായിച്ച് അംഗങ്ങളെ മുഴുവൻ അത് വായിച്ച് കേൾപ്പിച്ച് ഒരു ബോധവാന്മാരാണ്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് C. രവീന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി KV ശൈലജ, K. ദീപാങ്കുരൻ, AV നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ് സ്കൂളിന്റെ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ കുഞ്ഞുകരങ്ങളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചടങ്ങിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ് സ്കൂളിൽ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ കുഞ്ഞുകരങ്ങളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാറും വിദ്യാർത്ഥികൾക്കുള്ള കോഴിക്കുഞ്ഞു വിതരണവും സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, സ്കൂൾ പ്രിൻസിപ്പാൾ സിമി PV, വാർഡ് മെമ്പർ KV ധന്യ, ഡോക്ടർ PK സരിക, ഡോക്ടർ E അനിൽകുമാർ, ഡോക്ടർ ഗായത്രി പ്രതാപ്, ഡോക്ടർ ശ്യാം സുഗണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. PFPA സംസ്ഥാന കമ്മിറ്റി ട്രഷറർ C. പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. PFPA സംസ്ഥാന കമ്മിറ്റി ട്രഷറർ C. പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികൾക്ക് അവരുടെ വാർദ്ധക്യത്തിലേക്ക് ഒരു ആശ്വാസം ഉണ്ടാകട്ടെ എന്നാണ് അന്നത്തെ ഭരണാധികാരികൾ വിചാരിച്ചത്. 100 രൂപ ജോലി എടുത്താൽ 6 രൂപ 25 പൈസ അന്നത്തെ 6.25 ആ നിധിയിലേക്ക് വെച്ചിരുന്നു. പിന്നീട് അത് ഘട്ടം ഘട്ടമായി 8.33, 10.12 അതിലൊരു കഥ വേറെയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നില്ല. അപ്പോൾ 1971 ഒരു ഫാമിലി പെൻഷൻ പദ്ധതി അന്നത്തെ ഭരണാധികാരികൾ നടപ്പാക്കി. പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P. പത്മനാഭൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. TV പ്രഭാകരൻ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മിനിമം പെൻഷൻ 9,000 രൂപയായി വർദ്ധിപ്പിക്കുക, മുഴുവൻ സർവീസിനും പെൻഷൻ അനുവദിക്കുക, പെൻഷന് DA അനുവദിക്കുക, റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, അർഹതപ്പെട്ടവർക്കെല്ലാം ഹയർ ഓപ്ഷൻ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രമേയമായി അവതരിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വരുമാന മാനദണ്ഡം 1,00,000 രൂപ എന്നത് PF പെൻഷൻകാർക്കും ബാധകമാക്കുക എന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോ പ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ഹാളിൽ ആരംഭിച്ചു. ഫോറം പ്രസിഡന്റ് പ്രൊഫസർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം നിർവഹിച്ചു.
ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോ പ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ഹാളിൽ ആരംഭിച്ചു. ഫോറം പ്രസിഡന്റ് പ്രൊഫസർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. കാരണം നമ്മുടെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ഫോട്ടോ പ്രദർശനം നടക്കുകയാണ്. നമ്മുടെ മെമ്പർമാരുടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മികച്ച ഫോട്ടോകളാണ് ഇന്നിവിടെ ഗാന്ധി പാർക്കിൽ കേരള ലളിതകലാ അക്കാദമി ഹാളിൽ വെച്ച് നടക്കുന്നത്. CC രാമകൃഷ്ണൻ, പ്രദീപ് കമ്പിൽ, PV കേശവൻ, ദിനേശൻ ഒളവറ എന്നിവർ സംസാരിച്ചു. ക്രിയേറ്റീവ് ഫോറം യൂണിറ്റി ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ചേർന്നു നടത്തിയ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സമ്മാനാർഹമായ ഫോട്ടോകളും ക്രിയേറ്റീവ് മെമ്പർമാരുടെ ഫോട്ടോകളും അടക്കം 60ഓളം മികച്ച ഫോട്ടോകളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം ജൂൺ 10 വൈകുന്നേരം അവസാനിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ അവബോധ ക്ലാസും സൗജന്യ കുരുമുളക് തൈ വിതരണവും നടത്തി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നല്ല കാലാവസ്ഥയ്ക്കും നമ്മുടെ നല്ല ഭാവിക്കും എന്ന വിഷയത്തിലാണ് അവബോധ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപുഴ തട്ടുമ്മൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ക്ലാസ്സിൽ ജൈവവൈവിധ്യ സംരക്ഷണത്തിലൂടെയും പ്രകൃതി സൗഹൃദ കൃഷിരീതികളിലൂടെയും ഭാവി തലമുറയ്ക്ക് സുരക്ഷിതമായ പരിസ്ഥിതി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വിഷയം അവതരിപ്പിച്ച പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ പറഞ്ഞു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച കുരുമുളക് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായ P8, വേരുവളർച്ചാ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള വിജയ് എന്നീ കുരുമുളക് തൈകളും VIM ജൈവവളവും ചടങ്ങിൽ കർഷകർക്ക് വിതരണം ചെയ്തു. സീനിയർ അഗ്രികൾച്ചറൽ ഓഫീസർ സുരേഷ് കുറ്റൂർ, സുരേഷ് മേലത്ത് എന്നിവർ പ്രസംഗിച്ചു. കർഷകരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.